ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, പ്രശാന്ത് എന്നിവരുടെ ഫോൺ രേഖകൾ, CCTV ദൃശ്യങ്ങൾ മുതലായവ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ, BSNL, വോഡഫോൺ ഐഡിയ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കുടുംബത്തിന്റെ ഭാഗമായി അഭിഭാഷകൻ കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, PP ദിവ്യ, പ്രശാന്ത് തുടങ്ങിയിട്ടുള്ളവരുടെ ഫോൺ രേഖകളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം. അതിനു പുറമെ CCTV ദൃശ്യങ്ങൾ ജില്ലാ കളക്ടറേറ്റ് ഉൾപ്പെടെ കളക്ടറുടെ മൊഴി ഉൾപ്പെടെ ചർച്ചയായതാണ്. അപ്പോൾ അത്തരത്തിൽ ജില്ലാ കളക്ടറേറ്റിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യവും ഈ ഹർജിയിൽ ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബത്തിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ, PP ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംശയങ്ങൾ, അല്ലെങ്കിൽ പോലീസ് PP ദിവ്യയ്ക്ക് സഹായം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് കോടതി രേഖകളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിരീക്ഷണം ഇതിനകത്തുണ്ടാവണം എന്നുള്ളതാണ് ഈ ഹർജിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഈ കുടുംബം കോടതിയെ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ PP ദിവ്യയുടെ അഭിഭാഷകനും സമാനമായ രീതിയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം, അല്ലെങ്കിൽ അത് സംരക്ഷിച്ച് സൂക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ നൽകിയിരുന്നു. അത് പ്രധാനമായും ഈ പ്രശാന്തൻ ഉൾപ്പെടെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ഫോൺ രേഖകൾ കൂടി, ഇവരുടെ ബിനാമി ഇടപാടുകൾ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാണ്. അതായത് PP ദിവ്യ, അതുപോലെ തന്നെ പ്രശാന്ത് തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം ചില ബിനാമി ഇടപാടുകൾ, PP ദിവ്യയുടെ ബിനാമി എന്ന രീതിയിലാണ് പ്രശാന്തൻ ഈ കേസിനകത്ത് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ സംഭവത്തിന് ശേഷം, അതായത് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷവും അതിന് മുൻപും ഈ ഉള്ള ഇവരുടെ ഫോൺ രേഖകൾ, ഇവരുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം തന്നെ, ഇവരുടെ കോൾ റെക്കോർഡുകളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം, അത് സംരക്ഷിച്ച് സൂക്ഷിക്കണം. ഈ അന്വേഷണം വൈകുന്ന സാഹചര്യത്തിൽ ഇത് സ്വാഭാവികമായും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ അത് തുടർ അന്വേഷണത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കുടുംബം ഇന്ന് കോടതിയിൽ ബോധിപ്പിക്കുക. ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ വാദം നടക്കുക. ആ വാദത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്ന ആ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയിൽ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ റിപ്പോർട്ടും കുടുംബത്തിൻ്റെ വാദവും എല്ലാം തന്നെ ഇന്ന് വളരെ പ്രസക്തമായ കാര്യവുമാണ്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഫോൺ രേഖകൾ സംരക്ഷിക്കണം, തെളിവുകൾ ഇല്ലാതാകരുത് എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. അതുവരെ നമ്മൾ അവർക്കൊപ്പം തന്നെ തുടരേണ്ടതുണ്ട്. തിരിച്ചെത്താം.